മദീനയിലെ ഒരു ചെറു വീട്ടിൽ രണ്ട് ഹൃദയങ്ങൾ ജീവിച്ചു. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും. അവർക്ക് സ്വർണമോ സമ്പത്തോ ഇല്ലായിരുന്നു. അവിടെ വിശ്വാസവും സ്നേഹവും ധാരാളം ഉണ്ടായിരുന്നു. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വസ്ത്രം പൊടിയും വിയർപ്പും നിറഞ്ഞിരുന്നു. അവൻ വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിരിയോടെ സ്വീകരിച്ചു. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, "ഫാത്തിമേ, ഭക്ഷണമുണ്ടോ?" അവൾ മെല്ലെ പറഞ്ഞു, "ഇന്നത്തെ ഭക്ഷണം ഞാൻ ഒരു വിശന്ന മനുഷ്യന് കൊടുത്തു. നമുക്കൊന്നും ബാക്കിയില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ നോട്ടം നമുക്കുണ്ടാകും." അലി റളിയല്ലാഹു അൻഹു അവളുടെ കണ്ണുകളിൽ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു, "ഫാത്തിമേ, നീ തന്നെയാണ് എൻ്റെ സമ്പത്ത്. അള്ളാഹുവിനായി കൊടുക്കുന്നതൊന്നും നമുക്ക് നഷ്ടമാവില്ല." ആ രാത്രി ഇരുവരും സമാധാനത്തോടെ വിശന്നുറങ്ങി. അടുത്ത ദിവസം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തി അവരോട് പറഞ്ഞു, "ഇന്നലെ നിങ്ങൾ വിശന്നുറങ്ങിയത് അള്ളാഹു എന്നെ അറിയിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പേരിൽ ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു." അത് കേട്ടപ്പോൾ രണ്ടുപേരുടെയും കണ്ണിൽ വെള്ളം നിറഞ്ഞു. കാലം കടന്നുപോയി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ രോഗിയായി കിടന്നു. അലി റളിയല്ലാഹു അൻഹു അവളുടെ കൈ പിടിച്ചു പറഞ്ഞു, "ഫാത്തിമേ, നീ എൻ്റെ ജീവനാണ്. നീ ഇല്ലെങ്കിൽ ഈ വീട് ശൂന്യമാകും." അവൾ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഞാൻ പോകുന്നത് നിന്റെ മുൻപല്ല. ഞാൻ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കായി കാത്തിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം." അവളുടെ കണ്ണുകൾ അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞ് മെല്ലെ അടഞ്ഞു. അലി റളിയല്ലാഹു അൻഹു തല താഴ്ത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "ഇന്നെൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടു. പക്ഷേ അവളുടെ ഓർമ്മ എന്നിൽ എപ്പോഴും ജീവിക്കും." ഇത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും ജീവിതമാണ്. സ്നേഹവും വിശ്വാസവും കൊണ്ട് നിറഞ്ഞ, ലോകം മറന്നാലും സ്വർഗം ഓർക്കുന്നൊരു കഥ.